കൂട്ടുകാരെ, ഗീതാ ഗോവിന്ദത്തിൽ വളരെ അവിശ്വസനീയമായ മുഹൂർത്തങ്ങളാട്ടോ നമുക്ക് ഇപ്രാവശ്യത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നു. നമ്മൾ പ്രേക്ഷകരൊക്കെ ഞെട്ടിക്കുന്ന രാധികാമ്മയുടെ മറ്റൊരു ക്രൂര മുഖം തന്നെയാട്ടോ. തന്റെ ശത്രുക്കളേക്ക് താൻ തന്നെ ഒറ്റയ്ക്ക് നിന്ന് പൊരുതി കൊന്നൊടുക്കുന്ന നിമിഷങ്ങൾ തന്നെയാണ് പ്രേക്ഷകരെ നമുക്ക് പുത്തൻ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. ആരെയാണെന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് നമ്മുടെ ഗീതുവിന്റെ അച്ഛൻ ഭദ്രൻ. അതേ പ്രേക്ഷകർ, നമ്മൾ കുറച്ചു ദിവസമായി നമ്മുടെ ഭദ്രൻ നമ്മുടെ രാധികാവെ ഭീഷണിപ്പെടുത്തി പണം ചോദിക്കുന്നു അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ ഗോവിന്ദന്റെ അടുത്ത് സത്യങ്ങൾ വെളിപ്പെടുത്തും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രാധികാമ്മ സഹികെട്ട ഒരു ദിവസം രാത്രി ഒരു ഗോഡൌണിലേക്ക് വിളിച്ചിട്ട് നമ്മുടെ ഭദ്രന് ആ ഒരു പൈസ കൊടുക്കുവാട്ടോ. ഒരു പെട്ടി നിറയെ പൈസ ഒക്കെ കൊടുക്കുവാണ്. അതിനുശേഷം നമ്മുടെ ഭദ്രൻ ഇങ്ങനെ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാധികാമ്മ പിന്നിൽ നിന്നും കുത്തി നമ്മുടെ ഭദ്രനെ കൊലപ്പെടുത്തുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. ശേഷം നമ്മുടെ ഗീതു നമ്മുടെ അച്ഛനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സാധിക്കുന്നില്ല. ശേഷം നമ്മുടെ ഗീതുവിന് എന്തൊക്കെയോ പന്തികേട് തോന്നി, അച്ഛൻ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന് ഉള്ളൊരു സംശയം ഗീതുവിൽ ഉടലെടുത്ത് നമ്മുടെ ഗോവിന്ദും ഗീതുവും കൂടി അന്വേഷിക്കാനായി വേണ്ടി ഇറങ്ങുന്ന ഒരു രംഗമൊക്കെ തന്നെയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മുടെ രാധികാമ്മ നമ്മുടെ ഭദ്രനെ കൊന്ന ഉടനെ തന്നെ അവിടെ ഒരു കുഴിയൊക്കെ വെട്ടി കുഴിച്ചിടുന്ന ഒരു രംഗവും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സ്ഥലത്തേക്ക് തന്നെ നമ്മുടെ ഗീതുവും ഗോവിന്ദും അന്വേഷിച്ച് എത്തുന്നതും നമ്മുടെ ഗീതുവും ഗോവിന്ദും അവിടെ എന്തൊക്കെയോ ഉണ്ടെന്ന് അറിഞ്ഞ് നമ്മുടെ പോലീസിനൊക്കെ വിളിച്ചു വരുത്തി ആ ഒരു കുഴി മാന്തി. അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഒരു ഡെഡ് ബോഡി കിടപ്പുണ്ട്. ഇനി അത് ഭദ്രൻ തന്നെയാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കോ, അവിടെ എന്തെങ്കിലും ട്വിസ്റ്റ് ഒളിഞ്ഞ് കിടപ്പുണ്ടോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണോട്ടോ. കാരണം എന്ന് വെച്ചാൽ ഭദ്രൻ പെട്ടെന്ന് മരിച്ചാൽ പിന്നെ അവിടെ നമ്മുടെ രാധികാമ്മയ്ക്കും അനാർക്കലിക്കും ഭീഷണിയായി പിന്നെ ആരുമില്ല. അപ്പൊ അതിൽ കഥയ്ക്ക് എന്തൊക്കെയോ ചെറിയൊരു അപാകത പോലെ ഉണ്ടാകും. ഇനി ആരായിരിക്കും അവിടെ മരിച്ചിട്ടുണ്ടാകുക, യഥാർത്ഥത്തിൽ ആരുടെ ഡെഡ് ബോഡി ആയിരിക്കും അവിടെ ഉണ്ടാകുക എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണോട്ടോ. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.